മുന്നിൽ കോൺഗ്രസ് വാതിൽ തുറക്കുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യവും മാറും. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായിട്ട് ഏറെ അടുപ്പം പുലർത്തുന്ന MLA ആണ് PV അൻവർ. പഴയ ഗ്രൂപ്പുകാരനായിട്ടുള്ള അൻവറിനോട് കെ മുരളീധരനും പ്രത്യേക താല്പര്യമുണ്ട്. ഇനി അൻവർ കോൺഗ്രസിൽ എത്തിയാൽ ഈ വിഭാഗത്തിനാണ് കരുത്തു കൂടുക. മാത്രമല്ല, നിലമ്പൂർ, തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിൽ ഏതെങ്കിലും 2026 തെരഞ്ഞെടുപ്പിൽ അൻവറിന് മത്സരിക്കാനായി കോൺഗ്രസ് നൽകും. തന്റെ തട്ടകമായിട്ടുള്ള നിലമ്പൂർ തന്നെ വേണമെന്ന് അൻവർ ശാഠ്യം പിടിച്ചാൽ വെട്ടിലായി പോവുക ഈ സീറ്റിൽ കണ്ണു നട്ടിരിക്കുന്ന DCC പ്രസിഡന്റ് VS ജോയും KPCC ജനറൽ സെക്രട്ടറി ആര്യനാടൻ ഷൗക്കത്തുമാണ്. നിലമ്പൂരിൽ ആര്യനാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയില്ല എങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മലപ്പുറത്ത് നിലവിൽ മുൻ മന്ത്രി AP അനിൽകുമാറാണ് KC വേണുഗോപാലിന്റെ വലംകൈയായി പാർട്ടിയിൽ ഇടപെടൽ നടത്തിവരുന്നത്. DCC പ്രസിഡന്റ് VS ജോഷിക്ക് പ്രതീക്ഷ നേതാവ് VD സതീശനുമായുള്ള ഏറെ അടുപ്പമാണ്. ഈ ജോഷി അനിൽകുമാർ മലപ്പുറത്തെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് എതിരായി നിൽക്കുന്നതിനേക്കാൾ KPCC ജനറൽ സെക്രട്ടറി ആര്യനാടൻ ഷൗക്കത്താണ്. DCCയിൽ ഭൂരിപക്ഷ നേതാക്കളും ഷൗക്കത്തിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നയിക്കാൻ ഈ ഗ്രൂപ്പിന് പ്രധാന നേതാവില്ല എങ്കിലും ആ ഗ്രൂപ്പ് മലപ്പുറത്ത് ശക്തമാണ്. ആര്യനാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആര്യനാടൻ കോൺഗ്രസ് ആയാണ് മലപ്പുറത്തെ കോൺഗ്രസ് അറിയപ്പെട്ടിരുന്നത്. ഇടതുപക്ഷ പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച ഒരു ചരിത്രം ആര്യനാടൻ മുഹമ്മദിന് ഉള്ളതിനാൽ തന്നെ സീറ്റ് നിഷേധിച്ചാൽ ആ വഴിക്ക് മകൻ ആര്യനാടൻ ഷൗക്കത്ത് പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. PV അൻവർ UDFന്റെ ഭാഗമാകുമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുമെന്നത് മുസ്ലിം ലീഗ് അണികളാണ്. ചില നേതാക്കൾ ഇടപെട്ട് ലീഗിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം താൽക്കാലികമായി തടഞ്ഞെങ്കിലും അൻവർ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ടാക്കി മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ലീഗിന്റെ വോട്ടിൽ ഇപ്പോഴും ചോർച്ചയ്ക്ക് കടുത്ത CPM വിരുദ്ധരായിട്ടുള്ള ലീഗ് അണികൾക്ക് KM ഷാജി കഴിഞ്ഞാൽ പിന്നെ പ്രിയം എന്ന് പറയുന്നത് PV അൻവറിനോടാണ്. ഇനി യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ലീഗ് നേതൃത്വം കോൺഗ്രസ് അൻവറിനെ സ്വീകരിക്കുകയാണ് എന്നെങ്കിൽ എതിർക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. 16 നിയമസഭാ സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 എണ്ണം നേടിയത് UDF ആണ്. മുസ്ലിം ലീഗ് 11 എണ്ണം, കോൺഗ്രസ് 1 എന്നതാണ് മുന്നണിയിലെ സീറ്റ് നില എന്നെങ്കിലും ഇടതുപക്ഷം നേടിയ ബാക്കി 4 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇതിൽ തന്നെ പെരിന്തൽമണ്ണയിൽ ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചത് കേവലം 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ്. കടുത്ത ജനവികാരം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടെന്ന് കരുതി UDF നേതൃത്വത്തിന് ചേലക്കരയിലെ ഇടതുപക്ഷ വിജയം 2026 പ്രതീക്ഷകൾക്ക് മേലേറ്റ വലിയ പ്രഹരം തന്നെയാണ്. വയനാട്ടിലെയും പാലക്കാട്ടിലെയും സീറ്റുകൾ നിലനിർത്തിയത് കൊണ്ട് മാത്രം ഒരു കാര്യവും ഇല്ല എന്നും ചേലക്കര പിടിച്ചാൽ മാത്രമേ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായി കണക്കാക്കാൻ പറ്റൂ എന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ നിരന്തരം പറഞ്ഞിട്ടും മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടും ദയനീയ പരാജയമാണ് ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന് വലിയ പ്രതീക്ഷയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാർഡ് പുനർവിഭജനം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന മുൻകൂർ ജാമ്യവും UDF നേതാക്കൾ എടുത്തിട്ടുണ്ട്. കടുത്ത പ്രതികൂല സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി ഇടതുപക്ഷം വിജയിച്ചാൽ അത് UDFന്റെ നിലനിൽപ്പിനെയും ബാധിക്കും. അത്തരമൊരു പശ്ചാത്തലത്തിൽ ലീഗിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്ത് ചേക്കേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.